ആ ബാക്കിൽ കാണുന്ന മാവിന് എന്തെങ്കിലും പ്രത്യേകത? അതൊരു വീടിന്റെ ഉള്ളിൽ കൂടെ വന്നിരിക്കണം ആ മാവ്. അതെന്താ കാരണം വെച്ചാലേ അത് യേശുദാസ് കൊടുക്കുമ്പോൾ കൊടുത്ത ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാവ് മുറിക്കരുത്. വളരെ വിശേഷം, അതായത് അദ്ദേഹത്തിനൊരു ഗൃഹാതുരത്വം ആ മാവിനോടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ മാവ് മുറിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഈശ്വരനെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ളത്. അതാണ് ആ മാവ് അതിന്റെ ഉള്ളിൽ കൂടെ പറഞ്ഞല്ലേ? അപ്പോൾ മേടിച്ച ആൾക്കാർ അത് മുറിക്കാൻ പറ്റില്ല, അത് കരാറിൻ്റെ രീതിയിലാണ്. അത് ശരി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ മാവ് മുറിക്കാതെ നിർത്തിയിട്ടുള്ള ഇന്നോവേഷൻസ് ആയിരുന്നു നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ യേശുദാസിന്റെ വീടാണ്. അപ്പോൾ യേശുദാസിന്റെ ജന്മഗൃഹം. ജന്മഗൃഹം. അദ്ദേഹം അമേരിക്കയിലാണ്. ഓക്കെ. താങ്കൾ എന്ന് മുതലാണ് ഫോർട്ട് കൊച്ചി സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയത്? എങ്ങനെയാണ് താങ്കളുടെ ഫോർട്ട് കൊച്ചിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നീറ്റാണോ? നീറ്റല്ല ആണോ? ഇത് നമ്മളൊരു തൃശ്ശൂരിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണോ? അങ്ങനെയാണല്ലേ. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കൊച്ചി ഒന്ന് കാണാൻ പോയതാണ്. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി മുൻപ് വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാട്ടർ മെട്രോൻ്റെ സർവീസ് ഫാമിലി ആയിട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ഒരു 1.5-2 മണിക്കൂർ നിന്നാൽ മാത്രമാണ് വാട്ടർ മെട്രോൻ്റെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് പോയത്. അപ്പോൾ അവർ നമ്മൾക്ക് ഇങ്ങനെ ചുറ്റി കാണിച്ചു തരും. ഈ കാണുന്നതാണ് വാട്ടർ മെട്രോൻ്റെ ഹൈക്കോർട്ടിലത്തെ ജംഗ്ഷൻ. അപ്പോൾ ഞങ്ങളൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് പോയത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോൾഗാട്ടി പാലസ്, അങ്ങനെ മൊത്തത്തിൽ കൊച്ചിയിൽ ആ കായലിനോട് ചേർന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോൾഗാട്ടി പാലസിന് മുൻപിൽ എന്തോ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ലുലുവിൻ്റെ ഉടമസ്ഥയിലുള്ള ബോൾഗാട്ടി ആ കൺവെൻഷൻ സെൻറ്റർ വരുന്നത്. പിന്നെ ഈ കാണുന്ന ആ ഒരു തുരുത്താണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ പോളിംഗ് ബൂത്ത് വരുന്നത്. അവിടെ 6 പേരുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് ദുബായ് പോർട്ട് വേൾഡ്, DP വേൾഡ് എന്ന് പറയുന്ന ആ ഒരു DP പോർട്ട്, അങ്ങനെ പറയുന്ന ആ ഒരു പോർട്ട് ഇതാണ്. അപ്പോൾ വലിയ വലിയ ചരക്ക് കപ്പലുകളും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു പോർട്ടാണ്. അപ്പോൾ അവിടെ ബോട്ടുകൾ വെച്ചിട്ട് നമ്മുടെ ചരക്ക് കപ്പൽ അങ്ങോട്ട് ആ പോർട്ടിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ ഇതാണ് വൈപ്പിൻ ജങ്കാറൊക്കെ വരുന്നത്. ജങ്കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി കൊച്ചിയിൽ, വൈപ്പിനെയും ഫോർട്ട് കൊച്ചിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചരിത്രപരമായ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊച്ചിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ആ കണ്ട ആസ്പിൻ വാളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ബോട്ടിൽ പാട്ടും DJ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു രാത്രിയാണെങ്കിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ പോയ സമയം ഉച്ച ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്കത് നന്നായി എൻജോയ് ചെയ്തു, പാട്ടുകളൊക്കെ വെച്ച് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആ ഒരു ബോട്ടിങ് ചെന്ന് എത്തിയത് ഇവിടെയാണ്, ഫോർട്ട് കൊച്ചിക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഓൾറെഡി അവരവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കുക ചെയ്യാം. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാക്കി തരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാറെടുത്ത് ഈ ഒരു ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 1/2 മണിക്കൂർ യാത്ര ചെയ്താത്താവുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രാവുകളും അങ്ങനെയുള്ള കാര്യങ്ങളും മൊത്തത്തിലാണ് ആ ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ പാർക്കിനടുത്ത് കണ്ടത്. തീറ്റ കൊടുക്കണ ആ ഒരു കപ്പലണ്ടികളൊക്കെ വാങ്ങി നമുക്ക് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജുവാനെ കൊണ്ട് ഞങ്ങളൊന്ന് ഓടിപ്പിക്കാൻ നോക്കിയതാ. ഈ പ്രാവുകളുടെ ഇടയിൽ ഒന്ന് ഓടി നോക്കുമെന്ന് പറഞ്ഞിട്ട് ജുവാനെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ നോക്കിയത്. പക്ഷേ ജുവാൻ ചെയ്തില്ല. പക്ഷേ ജുവാൻ്റെ ആൻറ്റി അതിനുശേഷം ഓടിയപ്പോൾ പ്രാവുകളൊക്കെ പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഇതാണ് ഈ ഒരു ഫോർട്ട് കൊച്ചി ബീച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വലപ്പാടുന്ന് തൃപ്പറാടുന്ന് വരുന്നവർക്ക് ബീച്ച് ഒരു അത്ഭുതം അല്ലെങ്കിലും ഈ ഒരു കട്ടകളൊക്കെ ഇട്ട് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു സ്നേഹതീരം പോലെ തന്നെ. ഫോർട്ട് കൊച്ചിനെ പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, കാരണം ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾ ഇവിടെ വന്നു പോയിട്ടുള്ളതായിരിക്കും. കാണാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം. ഇതെനിക്ക് ഇയാളുടെ പെറ്റാണോ എന്നറിയില്ല. ഈ ഒരു പൂച്ച, ഈ അപ്പൂപ്പം മീൻ പിടിക്കുന്നു നോക്കിയിട്ട് ആ ഒരു പൂച്ച അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോർട്ട് കൊച്ചിയിൽ അറിയാമല്ലോ, കടലിൻ്റെ നടുക്കിലേക്കുള്ള അങ്ങനെയുള്ള ആ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ 1-2 സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നടുക്കിലൊക്കെ പോയി നിന്ന് കടലിങ്ങനെ ആ തിരമാലകൾ അടിക്കണതൊക്കെ അങ്ങനെ ആസ്വദിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിലത്തെ കാര്യങ്ങളും അതൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയുള്ള ആ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ആ സ്റ്റോളുകളും അതൊക്കെ നമ്മളൊന്ന് കണ്ടു. അതുപോലെ തന്നെ പ്രശസ്തമായൊരു വീടുണ്ട്, ബിലാലിൻ്റെ വീട്. ആ ഒരു വീടും കണ്ട് അങ്ങനെയാണ് നമ്മൾ ഫോർട്ട് കൊച്ചി കാര്യങ്ങളൊക്കെ കണ്ടത്. ഇതൊക്കെയാണ് കൊച്ചിയിൽ ആ ഒരു ദിവസം പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചിയിൽ ഞങ്ങളൊന്ന് പോയി കണ്ട കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.